ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തിട്ടുള്ള അവരുടെ ഫത്തെ മിസൈൽ എല്ലാം ലക്ഷ്യത്തിൽ ചെന്നു എന്നുള്ളതും നമുക്ക് അറിയാവുന്നതാണ്. എനിക്ക് ഒരു കാര്യം കൂടെ നമ്മളുടെ ഈ ശ്രോതാക്കളെയും ഈ കാണുന്നവരെയും എനിക്ക് അറിയിക്കാനുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഒപ്റ്റിക്സ് എല്ലാം ടെലവീവിൻ്റെ അല്ല, അല്ലെങ്കിൽ അമേരിക്കൻ സോൾജേഴ്സിന് നഷ്ടമല്ല. നമ്മളെപ്പോഴും കാണുന്നത് ഒന്നുകിൽ തെഹ്റാനിലെയോ അല്ലെങ്കിൽ ഇറാനിലെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ കാണുന്നത്. ഇതുവരെ ഞാൻ പബ്ലിക്കായിട്ട് അമേരിക്കയുടെ ഏതെങ്കിലും ബേസിൽ വീണതായിട്ടോ അവരുടെ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബേസിൽ വീണതായിട്ടോ നമുക്ക് കാണാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ ഒക്കത്തില്ല. അവിടെയും സാരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇനി നമുക്ക് കാണാത്തൊരു മുഖം, ഒരുപക്ഷെ നാം അറിയാതെ തന്നെ ഈ യുദ്ധം നമ്മളെയൊക്കെ വീട്ടിൽ എത്തി എന്ന് നാം മറക്കരുത്. കാരണം 2013-14 ക്രൂഡിൻ്റെ വില 105 നമ്മളുടെ ഇവിടുത്തെ പെട്രോളിൻ്റെ വില നമുക്ക് അറിയാവുന്നതാണ്. ക്രൂഡിൻ്റെ വില 68, 69 അല്ലെങ്കിൽ $70 ആയപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ എനിക്ക് കോട്ടയത്ത് 106 രൂപയ്ക്കാണ് ഞാൻ പെട്രോൾ വാങ്ങിക്കുന്നത്. ഇന്ന് അവിടെ 100-ൽ കവിഞ്ഞു ബ്രെന്റ് ക്രൂഡിൻ്റെ വില. നമ്മൾക്ക് 3 മാസം റഷ്യയിൽ നിന്ന് വാങ്ങുവാൻ അനുമതി US സർക്കാർ നമുക്ക് തരികയും ചെയ്തു. നേരത്തെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് സബ്സിഡൈസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് $13 പെർ ബാരലിന് ബ്രെന്റ് ക്രൂഡ് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ 2 ദിവസത്തിന് മുമ്പ് റഷ്യ നമുക്ക് $5 പ്രീമിയമാക്കി. അതായത് അവിടെ $100 ആണെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇന്ത്യൻ പോർട്ടിൽ വരുമ്പോൾ $105 ആകും. ഞാൻ ഈ പറഞ്ഞ കണക്കിൻ്റെ ആഘാതം മനസ്സിലാക്കണമെങ്കിൽ $10 ബ്രെൻഡിന് കൂടുമ്പോൾ നമ്മളുടെ GDP 0.3 അല്ലെങ്കിൽ 0.3 അല്ലെങ്കിൽ 0.4% താഴോട്ട് പോകും. അത്രയും തന്നെ നമ്മളുടെ ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ അതിൽ വരുന്ന ആഘാതങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യർ ഇന്ത്യക്കാരന് ഏതൊക്കെ മേഖലകളിൽ ലിങ്ക് ഉണ്ടോ അവിടെയൊക്കെ യാത്രയിൽ, മരുന്നിന്, നമ്മളുടെ വസ്ത്രങ്ങൾക്ക്, സാധനങ്ങൾക്ക് എല്ലാത്തിനും ഈ വില കൂടും എന്ന് നമുക്ക് ഒരു സംശയം വേണ്ട.